അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് അണുബോംബ് നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇറാൻ അണുബോംബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു ഭീഷണിയാണോ? അല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന പ്രഗത്ഭരും പറയുന്നത്. കാരണം ഇറാന് അണുബോംബ് നിർമ്മിക്കണമെങ്കിൽ അത് എന്നോ ആകാമായിരുന്നു. അണുബോംബ് നിർമ്മിക്കാനുള്ള ടെക്നോളജി യുറേനിയം അത് ഇറാന്റെ മണ്ണിൽ ഓൾറെഡി ഉണ്ട്. കിലോ കണക്കിന് യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് അവർക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അണുബോംബ് നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയുടെ നിർദ്ദേശപ്രകാരം യുറേനിയം തൽക്കാലം വൈദ്യുതി ആവശ്യങ്ങൾക്കും ടെക്നോളജിപരമായ കാര്യങ്ങൾക്കും മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇറാൻ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നത്. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത്. ഇറാനെ ആക്രമിക്കുക മാത്രമല്ല, ഇറാന്റെ ആധുനികമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ബോംബിട്ട് തകർത്തിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇനി എന്താണ് ഇറാന്റെ പുതിയ പദ്ധതികൾ? ഇറാൻ എങ്ങനെ അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രതിരോധിക്കാൻ പോകുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, ഇറാൻ മുമ്പ് ആണവായുധം നിർമ്മിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി ഇറാൻ ചുവട് മാറ്റി ആണവായുധം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ ഭീഷണി തന്നെ ആകും. കാരണം അമേരിക്കയും ഇസ്രായേലും ഓൾറെഡി ഇറാനെ നല്ല രീതിയിൽ പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ തിരിച്ചടി എന്നോണം ഏത് തരത്തിലാണ് ഇനി ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ഇറാനിൽ വലിയ രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആണവ ടെക്നോളജി സെന്ററുകളും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളും ഇറാന് സ്വന്തമായുണ്ട്. ഇവയെല്ലാം ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. നൂറുകണക്കിന് മീറ്റർ അടിയിലേക്കാണ് ഇത്തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾ ഇറാൻ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് വെച്ച് ഇറാൻ ഇനി അണുബോംബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ ഈ രാജ്യങ്ങളെ ഭീഷണിയാകും? 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഒരു രാജ്യത്തിന് വൈദ്യുതി നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ ആണവായുധം നിർമ്മിക്കണമെങ്കിൽ അത് 90%-ലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ 60% യുറേനിയം ഓൾറെഡി ഇറാന്റെ കയ്യിലുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് 90%-ലേക്ക് എത്തിക്കാൻ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മതി. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിന് അണുബോംബുകൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. അങ്ങനെ ഇറാൻ ഓൾറെഡി അണുബോംബ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെ ആയിരിക്കും? ഇതൊക്കെയാണ് ഇപ്പം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അമേരിക്കയും ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തിരിഞ്ഞു പിടിക്കാനും അതിനുവേണ്ട ചാരപ്രവർത്തനങ്ങളുടെ പിന്നിലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പം നടക്കുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഏകദേശം 42ഓളം സുഖോയ് 35 യുദ്ധവിമാനങ്ങൾ ഇറാൻ ഓർഡർ ചെയ്തു കഴിഞ്ഞു. ഇതിൽ 20 എണ്ണം ഓൾറെഡി ഇറാനിൽ എത്തുകയും ചെയ്തു. ഈ ആണവായുധ പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന സുഖോയ് 35 യുദ്ധവിമാനങ്ങൾ എന്തിനായിരിക്കും ഇറാൻ വാങ്ങിയിട്ടുള്ളത്?